പിന്നെ എല്ലാ ദിവസവും വചനം പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഒരു ദിവസം ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ വളരെ വിഷമിച്ച് ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു. ഭയങ്കരമായ ഉത്കണ്ഠയായിരുന്നു. അവിടെ നിന്ന് പേപ്പറൊന്നും വരാത്തതിൽ ഇനി എന്തു ചെയ്യും. എനിക്ക് എൻ്റെ മരിച്ചുപോയ 2 ചേച്ചികളുടെ 2 പിള്ളേരെ ഉൾപ്പെടെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നവരാണ്. അവരുടെ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ എന്ത് ചെയ്യും മാതാവേ എന്നോർത്ത് ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ വണ്ടി ഓടിച്ചു പോവുകയാണ്. ആ വണ്ടി തോട്ടിലേക്ക് മറിഞ്ഞു പോകുന്നു. അപ്പോൾ അടുത്ത് നിന്ന് എവിടെ നിന്നോ ഒരു ചേട്ടൻ പറയുന്നു, കൊച്ചേ അതേ ബൈബിൾ നനഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് സൈഡ് ഡോറിൽ കൂടെ ബൈബിൾ എടുത്ത് പൊക്കുന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ബൈബിൾ നോക്കാനാന്ന്. ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഐശ്വര്യപൂർണമായ ഭാവി എന്നുള്ള അധ്യായമാണ് ലഭിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ഉത്കണ്ഠകളും മാതാവിൻ്റെ രൂപത്തെങ്കിൽ സമർപ്പിച്ചു. മാതാവിനോട് പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് ഇത് ഭാരമെല്ലാം താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റില്ല മാതാവേ, അമ്മ തന്നെ ഇതെല്ലാം നോക്കിക്കോണം.